ജാസി ഗിഫ്റ്റ് നേരിട്ട അപമാനം. വേദിയിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങി പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചിറക്കി വിട്ടു. ഈ വാർത്തയും അതിനോടനുബന്ധിച്ച പ്രതിഷേധങ്ങളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണ്. കലാബോധമില്ലാത്ത, ശാഠ്യവും തങ്ങളുടെ അധികാരവും ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്ന, വിദ്യാർത്ഥികളുടെ ഇന്നത്തെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒട്ടേറെ അധ്യാപകർ നമ്മുടെ ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള മനസ്സുമായി നടക്കുന്ന ഒട്ടേറെ അധ്യാപകർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴും എന്താണ് കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ സംഭവിച്ചത്? നമുക്ക് ആദ്യം അധ്യാപികയുടെ വാക്കുകളിൽ കൂടെ കേൾക്കാം. ഇത് കോളേജ് ഡേ ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കോളേജ് ഡേയോടനുബന്ധിച്ച് ജാസി ഗിഫ്റ്റ് സാറിനെ ക്ഷണിക്കണം എന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി 2015 ഇറങ്ങിയ ഒരു ഓർഡർ ഉണ്ട്. അത് CET ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടുണ്ടായതാണ്. അത് അവരുടെ കോളേജ് ഡേയോടനുബന്ധിച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. അതായത് കോളേജ് ക്യാമ്പസുകളിൽ എക്സ്റ്റേണൽ പ്രോഗ്രാംസ് സമ്മതിക്കില്ല, മ്യൂസിക് പെർഫോമൻസോ DJ പാർട്ടികളോ ഇതൊന്നും സമ്മതിക്കില്ല എന്നാണ് ഓർഡർ ഉള്ളത്. ഹൈക്കോർട്ടും അത് കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ചെയ്യണം, അത് പ്രാബല്യത്തിൽ വരുത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് കുസാറ്റിൽ ആക്സിഡന്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതും അത് കഴിഞ്ഞിട്ട് ഇത് ഒന്നുകൂടെ പേപ്പറിലൊക്കെ വന്നാണ്, പത്രങ്ങളിൽ കൂടെ എല്ലാം വന്നതാണ് ഈ ഓർഡർ. അത് പോലീസ് പിന്നെ വിജിലൻ്റായി കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പം ഞാൻ പോലീസിനോട് ചോദിക്കട്ടെ എന്നിട്ട് നടത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ലാൻഡ് ലൈനിലാണ് വിളിച്ചത്. ഓക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ജാസി ഗിഫ്റ്റ് സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു സാർ ചീഫ് ഗസ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. അന്നേരം സാർ 5 പാട്ട് പാടുമെന്ന് പറഞ്ഞു. സാർ മാത്രമേ സ്റ്റേജിൽ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സാർ മാത്രമേ പാടാൻ പാടുള്ളൂ, കുട്ടികളത് കൺവേ ചെയ്തോളാം എന്ന് പറഞ്ഞു. ജാസി ഗിഫ്റ്റ് സാർ സമ്മതിച്ചിട്ടുണ്ടെന്ന് പിന്നെ കുട്ടികൾ പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതും. അവർ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ തലേദിവസം ലെറ്റർ കൊടുത്ത് വിട്ടപ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല, പ്രോഗ്രാം നടത്താൻ അങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്താൻ പറ്റില്ല. പിന്നെ അവസാനം കുട്ടികളും ചെന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പെർമിഷൻ ഇല്ല, പിന്നെ ടീച്ചറിൻ്റെ റിസ്ക് വേണം നടത്തിക്കോളാൻ പറഞ്ഞു. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം നമുക്ക് കുട്ടികളോട് അങ്ങനെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ അവരെല്ലാം ഓർഗനൈസ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞപ്പം എന്നാൽ ശരി എൻ്റെ റിസ്കിൽ അങ്ങ് നടത്തിയേക്കാൻ ഓർത്തു. അത് കുട്ടികളോട് പറഞ്ഞു ഞാൻ എൻ്റെ റിസ്കിലാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ജാസി ഗിഫ്റ്റ് സാർ ഇവിടെയാണ് വന്നത്. ഇവിടുന്ന് നമ്മൾ എല്ലാവരും കൂടെ ബഹുമാനത്തോടെ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് വേദിയിൽ ഇരുത്തുകയാണ് ചെയ്തത്. പ്രിൻസിപ്പളും ബാക്കി ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടായിരുന്നു. പ്രോഗ്രാം ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഞങ്ങളോട് താവട്ടിരുന്നോളാൻ പറഞ്ഞു. താവട്ടിരുന്നു. സാറ് പാട്ട് പാടാൻ തുടങ്ങി. സാറ് കൂടെ 1-2 പേരുണ്ട്. വേറെ സാറിൻ്റെ അങ്ങനെ ഒരു ബാൻഡായിട്ടൊന്നും അല്ല വന്നേക്കുന്നത്. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ല ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. നമ്മളപ്പോൾ ഒന്നും നമ്മൾ അവിശ്വസിക്കുന്നില്ല. സാറിനോട് സംസാരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം കുട്ടികളുമായിട്ടാണ് ഇടപെടുന്നത്, കുട്ടികളാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കുട്ടികളങ്ങ് വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ സാർ ആദ്യത്തെ പാട്ട് തന്നെയാണ് പാടിയത്. രണ്ടാമത്തെ പാട്ട് സാറിൻ്റെ ഒപ്പം നിന്ന് വേറൊരാളും കൂടെ പാടുകയാണ്. അന്നേരം അതിൻ്റെ ഡയമെൻഷൻ മാറിക്കഴിഞ്ഞു. എക്സ്റ്റേണൽ മ്യൂസിക് പെർഫോമൻസ് ആയി. ഗസ്റ്റ് പാടുകയല്ല, ഗസ്റ്റിൻ്റെ കൂടെ ഒരാളും കൂടെ നിന്ന് ഇതനുസരിച്ച് തന്നെ ഒരേപോലെ രണ്ടുപേരും അങ്ങനെയാണ് മാറിയാണ് പാടുന്നത്. രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ് ഞാൻ കുട്ടികളെ നോക്കി, കുട്ടികളെ കാണുന്നില്ല, സാറിനോടൊന്ന് പറയാനായിട്ട് ഞാൻ അന്നേരമാണ് സ്റ്റേജിൽ കയറി. സാറും അറിയണം, കുട്ടികളും അറിയണം. കുട്ടികൾ എന്നോട് പ്രോമിസ് ചെയ്താണ്. ഞാൻ കുട്ടികളോട് നേരത്തെ പറഞ്ഞതാണ് എന്തെങ്കിലും ഒരു വയലേഷനോ ഇതെൻ്റെ റിസ്ക് നടക്കുന്നതാണ്, എന്തെങ്കിലും കുട്ടികൾ തമ്മിലുള്ള ഒരു പ്രശ്നമോ ആ സമയത്ത് കയറി വരുവാണ്. അപ്പോൾ പോലീസ് കയറി വരുവാണ്. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ 2 പേര് പാടുമ്പോഴേക്കും അത് ഭയങ്കര ഒച്ചയും ബഹളമാണ്. എന്തെങ്കിലും അടിപിടി, പിള്ളേർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അന്നേരം എനിക്ക് കുട്ടികളുടെ ഇടയിൽ അടിപിടി ഉണ്ടാകാൻ സാധ്യത അന്നേരം കൂടുതലാണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ കോളേജിന് ഭയങ്കര ഒരു പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലാണ് ഞാൻ കയറിയത്. പക്ഷേ മൂന്നാമത്തെ ഒരു ഗ്യാപ്പില്ലാതെ അങ്ങനെ പാട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ കയറി ചെന്ന്. സാർ കമ്മിങ് തുടങ്ങിയായിരുന്നു. അപ്പോൾ സാർ മൈക്കൊന്ന് ചോദിച്ചു. സാർ തന്നല്ല, തട്ടിപ്പറിക്കോ ഒന്നും ചെയ്തിട്ടില്ല. സാർ അത് കേട്ടോണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് കുട്ടികളോട് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞ പ്രോമിസ് തെറ്റിച്ചു. ഇവിടെ ഒരാളെ പാടാൻ പറ്റുള്ളൂ, ജാസി ഗിഫ്റ്റ് സാർ മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇനി 2 പേര് പാടുമ്പോൾ അത് എക്സ്റ്റേണൽ പെർഫോമൻസ് ആകും, അതെനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ബാക്കിലേക്ക് എന്നിട്ട് സാറിനോട് പറഞ്ഞു ഇതാണ് നിയമം, ഒരാളെ പാടാൻ പാടുള്ളൂ. എനിക്ക് കുറച്ചുപേരെ പഴി പറഞ്ഞ് സിസ്റ്റത്തിൻ്റെ ഭാഗമാവാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആരും പറയാത്ത കുറച്ച് വിശകലനങ്ങളാണ് ഞാനിവിടെ നടത്തുന്നത്. ഹേ ഗൈസ്, ഡു യു നോ വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ? എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വെൽക്കം ടു ന്യൂട്ടൺസ് തേർഡ് ലോ. ജാസി ഗിഫ്റ്റ് നേരിട്ടത് സംഭവിക്കാൻ പാടില്ലാത്ത അപമാനമാണ് എന്നതിന് സംശയമൊന്നുമില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ നിരീക്ഷണം? നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, നിങ്ങളുടെ പഠനകാലത്ത് ധാരാളം അടികൾ അവിടെ നടന്നിട്ടുണ്ടാകും. നിങ്ങളും ചിലപ്പോൾ അതിൻ്റെ പാർട്ടായിരിക്കും. നിങ്ങൾ എന്തിനാണ് തുറച്ചു നോക്കിയത്, നീ എന്തിനാണ് തുറച്ചു നോക്കിയത്, നീ എന്താണ് വില്ലിച്ച് നോക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ധാരാളം നോട്ടങ്ങൾക്ക് തുടങ്ങി ധാരാളം കമൻറ്റുകൾ. അവൻ കമൻറ്റ് പറഞ്ഞു, അവൻ ഈ രീതിയിൽ പ്രതികരിച്ചു, അവൻ്റെ കമൻറ്റ് ഈ രീതിയിലായിരുന്നു എന്നത് വഴി ധാരാളം കാരണങ്ങൾക്ക് കോളേജിൽ അടിയുണ്ടായത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടു കാണും. രാഷ്ട്രീയപരമായിട്ടുള്ള അടികളാണെങ്കിൽ പോലും ഇതുപോലെയുള്ള കാരണങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ. പ്രത്യേകിച്ച് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ നിന്ന് എടുത്തു പറയേണ്ടി വരും. പ്രൈവറ്റ് കോളേജുകളിൽ വളരെ വിരളമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ രീതിയിലുള്ള അടികളൊക്കെ. എന്തായിരിക്കും കാരണം? അവിടെ പ്രൈവറ്റിൻ്റേതായിട്ടുള്ള ഒരു നിയന്ത്രണം എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് നിഷ്കർഷിച്ച ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളെ മറികടന്ന് അവിടെ കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി കാരണമാണ് പ്രിൻസിപ്പൽ അവിടെ അങ്ങനെ ഒരു ആക്ട് ചെയ്തതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. തീർച്ചയായും ഒരു 80% പ്രിൻസിപ്പലിൻ്റെ വാദം ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രിൻസിപ്പലിൻ്റെ റിസ്കിലാണ് അവിടെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ജാസി ഗിഫ്റ്റ് ഉദ്ഘാടകനല്ലാതെ മറ്റൊരാൾ
അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോഗ്രാമായി മാറും എന്നുള്ളത് കൊണ്ടാണ് പ്രിൻസിപ്പൽ അവിടെ തടഞ്ഞതെന്ന് പ്രിൻസിപ്പൽ പറയുന്നതിനോട് ഞാൻ 80% വിശ്വസിക്കുന്നു. പ്രിൻസിപ്പലിന് വിശ്വസിക്കുന്നു. ജാസി ഗിഫ്റ്റ് അല്ലാതെ കുറച്ച് പേർ ഇവിടെ പെർഫോം ചെയ്യാനുണ്ടാകുമെന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനോട് മറച്ച് വെച്ച് കാണും എന്നുള്ളത് എനിക്ക് 100% വിശ്വസിക്കാൻ സാധിക്കും. കാരണം ഞങ്ങളുടെ കോളേജിലും ഇതുപോലെയുള്ള പരിപാടികൾ നടന്നപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞാൻ പഠിച്ച സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരിയിലെ പ്രൈവറ്റ് കൊമേഴ്സ് അസോസിയേഷൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ HOD പണിക്കർ സാർ കുറേയധികം റെസ്ട്രിക്ഷനുകൾ വെച്ചു. അത് പാടില്ല, ഇത് പാടില്ല, ഇങ്ങനെ മതി എന്നൊക്കെയുള്ള രീതിയിൽ കുറേയധികം റെസ്ട്രിക്ഷനുകൾ വെച്ചു. പക്ഷേ നമ്മൾ വിദ്യാർത്ഥികൾക്ക് അതെല്ലാം മറികടന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുള്ള കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം സംഘടിപ്പിച്ച് അതെല്ലാം സ്റ്റേജിലേക്ക് കയറ്റിയപ്പോഴാണ് നമ്മുടെ HOD ഇതെല്ലാം അറിയുന്നത്. പണിക്കർ സാറിൻ്റെയും കോശി സാറിൻ്റെയൊക്കെ വിശാലമായിട്ടുള്ള മനസ്സ് കാരണം അന്ന് ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചില്ല. എന്നിരുന്നാലും നമ്മൾ വിദ്യാർത്ഥികൾ ഇത് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ അവിടെ പറയാതെയാണ് ചെയ്തത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇവിടെ പറയാതെയാണ് ജാസി ഗിഫ്റ്റിൻ്റെ പരിപാടികൾ സജ്ജീകരിച്ചതെന്ന് എനിക്ക് പറയാൻ സാധിക്കും. സോ മെനി റെസ്ട്രിക്ഷൻസ്. എന്തുകൊണ്ട്? അതിരുവിട്ട ആഘോഷങ്ങളുടെ പേരിൽ നടന്ന പല അപകടങ്ങളുടെയും പല സംഭവങ്ങളുടെയും വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു. നേരത്തെ ഈ അധ്യാപിക തന്നെ പറഞ്ഞ CET കോളേജിൽ നടന്ന അപകടം എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓണാഘോഷം അതിരുവിട്ടതാണ് CETയിൽ അപകടത്തിനിടയാക്കിയത്. അപകടത്തിന് മുൻപ് ആഘോഷത്തിനിടെ എടുത്ത ചിത്രങ്ങളും ഇത് ശരിവെക്കുന്നു. സിനിമയെ വെല്ലുന്ന ആഘോഷം. ഇന്നലെ CET കോളേജിൽ നടന്ന ഓണാഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്ക് വിലക്കുള്ള ക്യാമ്പസിൽ അനധികൃതമായി ജീപ്പ് ഓടിച്ചു കയറ്റി. തികച്ചും ന്യൂജൻ സ്റ്റൈലിലായിരുന്നു ആഘോഷം. രൂപമാറ്റം വരുത്തിയ ജീപ്പ് തുറന്ന ജീപ്പിൽ ക്യാമ്പസിലൂടെ കറങ്ങുന്നതിനിടെയാണ് അപകടം. കോളേജിന് പുറത്തേക്കുള്ള വഴിയിലൂടെയാണ് ജീപ്പ് അകത്തെത്തിയത്. നിമിഷ നേരം കൊണ്ട് അപകടം സംഭവിച്ചു. ഘോഷയാത്രയിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനിയുടെ നേർക്ക് ജീപ്പ് പാഞ്ഞു കയറി. 2002-ലും സമാനമായ ദുരന്തം ഈ ക്യാമ്പസിൽ സംഭവിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിനി അമിത ശങ്കറിന്റെ മരണം അന്ന് ഏറെ വിവാദമുയർത്തിയിരുന്നു. തുടർന്നാണ് വാഹനങ്ങൾക്ക് ക്യാമ്പസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നിയന്ത്രണം മറികടന്നതാണ് ഇപ്പോൾ പുതിയ ദുരന്തത്തിലേക്ക് നയിച്ചത്. കുട്ടികളുടെ ആഘോഷത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ ബുദ്ധിപൂർവമല്ലാത്ത ആവേശമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്വതയില്ലാത്ത തീരുമാനങ്ങളും പ്ലാനിംഗ് ഇല്ലാത്ത ആഘോഷങ്ങളുമാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ ആഘോഷങ്ങളൊന്നും കോളേജുകളിൽ പാടില്ല എന്നുള്ളതാണോ? പോലീസിൻ്റെ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളെ ഭയന്നും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ബാധിക്കുന്നത് എന്നുള്ള പേടിയുള്ളത് കൊണ്ടുമാണ് കോലഞ്ചേരി കോളേജിലെ പ്രിൻസിപ്പൽ ആ രീതിയിൽ ജാസി ഗിഫ്റ്റിനോട് പെരുമാറിയത്. പോലീസിൻ്റെ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. വെറുതെ കാട് കയറാൻ വരരുത്, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത കാലത്ത് ഞാൻ ഇടുക്കി ഡാമിൽ പോയി യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇടുക്കി ഡാം ഇപ്പോൾ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാറില്ലെന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഒരാൾ പറഞ്ഞത് അവിടെ അനധികൃതമായിട്ട് സെക്യൂരിറ്റിയൊക്കെ ഭേദിച്ച് ഒരാൾ കയറി പോയിസണിങ്ങോ എന്തോ ഡാം തകർക്കാനുള്ള രീതിയിൽ എന്തൊക്കെയോ പരിപാടി ചെയ്തതുകൊണ്ടാണ് ഈ പറഞ്ഞ നിയന്ത്രണം എന്നുള്ളത്. ഞാൻ ആ സമയം വിചാരിച്ചൊരു കാര്യം ഇവിടെയും ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. ഒരാൾ കയറി അവിടെ പോയിസണിങ്ങോ ഡാം തകർക്കാനോ എന്തോ ആയിക്കോട്ടെ അവിടെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗം, അതിനെ ചെറുക്കാൻ വേണ്ടി അവർ സ്വീകരിച്ച മാർഗം ഡാം മുഴുവനായി അടച്ചു പൂട്ടി അവിടുത്തെ ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ മുഴുവൻ നിർത്തിവെക്കുക എന്നുള്ളതാണ്. എന്ത് മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണല്ലേ. ഒരാൾ ചെയ്തതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ ഡാമും ക്ലോസ് ചെയ്തു, മുഴുവൻ ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ അവിടെ നിർത്തിവെച്ചു. ഇവരെന്തായിരുന്നു അവിടെ ചെയ്യാനുള്ളത്? കുറച്ചുകൂടി സെക്യൂരിറ്റി അവിടെ ബലപ്പെടുത്തി കുറച്ചുകൂടി ആളുകളെ വിന്യസിച്ച് എത്രത്തോളം ഡാം സുരക്ഷിതമാക്കാമെന്നുള്ളത് ആലോചിക്കാതെ ഡാം മൊത്തത്തിൽ അടച്ചു പൂട്ടുകയാണ് സർക്കാർ ചെയ്തത്. എത്ര മണ്ടത്തരമായിട്ടുള്ള ആലോചനയാണല്ലേ. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അന്ന് വിദ്യാർത്ഥികൾ ജാസി ഗിഫ്റ്റിനൊപ്പം മറ്റുള്ളവരും വരുന്നെന്ന് പ്രിൻസിപ്പലിനെ അറിയിക്കാതിരുന്നത്? ഇത് നടക്കുമോ എന്നുള്ള പേടി കാരണം തന്നെയാണ്. ഞങ്ങൾ 3ാം വർഷ BCom വിദ്യാർത്ഥികൾ നമ്മുടെ HODയോട് പറയാത്ത അതേ കാരണം. ഇവിടെ എന്താണ് ഇനി ചെയ്യാനുള്ളത്? പോലീസിൻ്റേതായിട്ടുള്ള ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞ് വിദ്യാർത്ഥികളുടെ ന്യായമായ ആഗ്രഹങ്ങൾ എങ്ങനെ നടത്തി കൊടുക്കാമെന്നുള്ള ആലോചനയാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോടും കോളേജ് പ്രിൻസിപ്പളോടുമെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ച് ഇതിനുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ രൂപീകരിക്കണം. അശ്രദ്ധ കൊണ്ട് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഇവിടെ ഉണ്ടാകില്ലെന്നുള്ളത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അവിടെ ഉറപ്പുവരുത്തണം. ഇങ്ങനെയല്ലേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയല്ലേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾ നേടിക്കൊടുക്കേണ്ടത്? അപ്പോൾ കലാകാരന്മാർ ഇനി അപമാനിക്കപ്പെടാതിരിക്കട്ടെ. വിദ്യാർത്ഥികൾ തങ്ങളുടെ ആഘോഷങ്ങൾ തുടരട്ടെ സേഫായി.